തുടരും എന്ന ചിത്രമാണ് മോഹൻലാലിൻ്റെതായി അടുത്ത് ഏറ്റവും വലിയ റിലീസായത്. അത് വിചാരിച്ചതിനും അപ്പുറം വലിയ വിജയമായി മാറുകയും ചെയ്തു. 200 കോടിയൊക്കെ കഴിഞ്ഞ് അതിന്റെ റൺ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും മികച്ച പ്രേക്ഷകരാണ് ഈ ചിത്രത്തിന് ലഭിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ വലിയ തീരുമാനങ്ങളാണ് ഇതിന്റെ അണിയറ പ്രവർത്തകർ എടുത്തിരിക്കുന്നത് എന്നതാണ് ഏറ്റവും വലിയ അപ്ഡേറ്റ്. ഇതിനുശേഷം മോഹൻലാലിൻ്റെതായി വരാൻ പോകുന്നത് ഹൃദയപൂർവ്വം എന്ന ചിത്രമാണ്. ഹൃദയപൂർവ്വം കുറച്ചുകൂടി സ്പെഷ്യൽ ആകുന്നത് സത്യനന്ദിക്കാട് മോഹൻലാൽ കൂട്ടുകെട്ട് വീണ്ടും കാണാൻ കഴിയുന്നു എന്നത് തന്നെയാണ്. ഒരു ഫീൽ ഗുഡ് സിനിമയ്ക്കപ്പുറം ഒരു വ്യത്യസ്തത ഈ ടീമിൽ നിന്നും നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം. ഇപ്പോഴിതാ ഹൃദയപൂർവ്വം എന്ന സിനിമയുടെ സെറ്റിൽ മോഹൻലാലിന്റെ പിറന്നാൾ ആഘോഷത്തിന്റെ വീഡിയോ പങ്കുവച്ചുകൊണ്ടാണ് ആശീർവാദ് സിനിമാസ് നമ്മുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. ഗംഭീരമായി കേക്കൊക്കെ മുറിച്ച് ആഘോഷിക്കുന്നു. എന്നാൽ ഹൃദയപൂർവ്വം എന്ന സിനിമയിൽ ചില കാസ്റ്റിംഗുമായി ബന്ധപ്പെട്ട ഒരു പുതിയ വാർത്ത നമ്മുടെ മുന്നിലേക്ക് എത്തുകയാണ്. വാർത്ത എന്നതിനപ്പുറം ഒരു ക്ലാരിഫിക്കേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഈ ചിത്രത്തിൽ മോഹൻലാലിനൊപ്പം സംഗീതയും മാളവിക മോഹനുമാണ് എത്തിയിരിക്കുന്നത്. ഇതിനു മുമ്പ് സംഗീതയും ഐശ്വര്യലക്ഷ്മിയുമായിരുന്നു മോഹൻലാലിനൊപ്പം എത്തുക എന്നതായിരുന്നു ഏറ്റവും വലിയ വാർത്ത. ഈ കാസ്റ്റിംഗ് വിവരം അണിയറപ്രവർത്തകർ തന്നെ പുറത്തുവിട്ടിരുന്നു. എന്നാൽ ഐശ്വര്യലക്ഷ്മി എന്തുകൊണ്ട് ഈ ചിത്രത്തിൽ നിന്നും പിന്മാറി എന്നതാണ് വലിയൊരു അത്ഭുതമായി മാറുന്നത്. ഐശ്വര്യലക്ഷ്മി ആണെങ്കിൽ കടുത്ത ഒരു മോഹൻലാൽ ആരാധിക കൂടിയാണ്. എന്നിട്ടുകൂടി മോഹൻലാലിനൊപ്പം ഒരു അവസരം കിട്ടിയപ്പോൾ അഭിനയിക്കാൻ എത്തിയില്ല എന്നൊരു ന്യൂസ് കൂടി വലിയ രീതിയിൽ പ്രചരിക്കുകയുണ്ടായി. മോഹൻലാലിനെ നായകനാക്കി സത്യനന്ദിക്കാട് സംവിധാനം ചെയ്യുന്ന സിനിമയാണ് ഹൃദയപൂർവ്വം. വലിയ പ്രതീക്ഷകളാണ് ആരാധകർക്ക് ഈ സിനിമയ്ക്ക് മേൽ ഉള്ളത്. ചിത്രത്തിൻ്റെതായി ഇതുവരെ പുറത്തു വന്ന അപ്ഡേറ്റുകളെല്ലാം ഇരുകൈ നീട്ടിയാണ് ആരാധകർ സ്വീകരിച്ചത്. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും മോഹൻലാലിന്റെ പിറന്നാൾ ദിനത്തിൽ അവതരിപ്പിക്കുകയും ചെയ്തു. ഇതൊക്കെ വലിയ സ്വീകാര്യത നേടുമ്പോഴും ഐശ്വര്യലക്ഷ്മി ഈ ചിത്രത്തിൽ അഭിനയിച്ചിരുന്നെങ്കിൽ അവർക്കും ഒരു ബ്രേക്ക് ആയിരുന്നേനെ എന്ന് പറയുമ്പോൾ ചിത്രത്തിൽ ആദ്യം നായികയെ ഐശ്വര്യലക്ഷ്മിയെ പരിഗണിച്ചപ്പോൾ എന്നാൽ പിന്നീട് സിനിമയിൽ നിന്നും നടി പിന്മാറുകയായിരുന്നു. ഇപ്പോഴിത് അതിന്റെ കാരണം വിശദമാക്കുകയാണ് ഐശ്വര്യലക്ഷ്മി. ഡേറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് ഹൃദയപൂർവ്വത്തിൽ നിന്നും പിന്മാറിയതെന്ന് ഐശ്വര്യലക്ഷ്മി ഒരു അഭിമുഖത്തിൽ പറയുന്നു. ഡേറ്റ് ഇല്ലായിരുന്നു. നേരത്തെ കമ്മിറ്റ് ചെയ്ത തെലുങ്ക് സിനിമയുടെ ഷൂട്ടിംഗ് ഡിസംബറിൽ ഉണ്ടായിരുന്നു. അത് ഇതുവരെ തീർന്നിട്ടില്ല. എനിക്ക് ഹൃദയപൂർവ്വം വിധിച്ചിട്ടില്ല. ഡേറ്റ് ക്ലാഷ് വരുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. കൊടുത്ത വാക്ക് മാറ്റാൻ കഴിയില്ലല്ലോ എന്ന് ഐശ്വര്യലക്ഷ്മി പറയുകയുണ്ടായി. ഇതൊക്കെ അവിടെ നിൽക്കുമ്പോഴും നമ്മൾ നേരത്തെ പറഞ്ഞ തുടരും എന്ന ചിത്രവുമായി ബന്ധപ്പെട്ട ഏറ്റവും ഗംഭീരമായ ഒരു അപ്ഡേറ്റ് നമ്മുടെ മുന്നിലേക്ക് വരികയാണ്. തുടരും എന്ന ചിത്രം ഇപ്പോൾ OTTയിൽ സ്ട്രീം ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. എന്നിട്ട് കൂടി OTTയിൽ തുടരും എന്ന ചിത്രം എത്തിയിട്ടില്ല. നേരത്തെ റിപ്പോർട്ട് പ്രകാരം മെയ് 21 മോഹൻലാലിന്റെ പിറന്നാൾ ദിനത്തിൽ തുടരും എന്ന ചിത്രം OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കേണ്ടതായിരുന്നു. ഇന്നൊരു സ്പെഷ്യൽ ഡേ പോലെ സ്ട്രീം ചെയ്യാനായിരുന്നു അവരുടെ പ്ലാനുകളെല്ലാം. എന്നാൽ തുടരും എന്ന ചിത്രത്തിന്റെ ഗംഭീര തിയേറ്ററിക്കൽ റണ്ണ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ തിയേറ്ററിക്കൽ റണ്ണിനെ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പുതിയൊരു ഡീലാണ് OTTയുമായി നടത്താൻ പോകുന്നത് എന്ന രീതിയിലുള്ള വാർത്തകളാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ചിത്രത്തിന്റെ റിലീസ് സംഭവിച്ചിട്ടില്ല. തുടരുമെന്ന ചിത്രത്തിന് എക്സ്റ്റെൻഡഡ് തിയേറ്ററിക്കൽ റണ്ണ് കിട്ടിയിരിക്കുകയാണ്. കാരണം കഴിഞ്ഞ ദിവസം പോലും തുടരുമെന്ന ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്നും നേടിയത് 1.06 കോടിയാണ്. മറ്റേതൊരു പുതിയ ചിത്രത്തെക്കാളും കൂടുതലാണ് തുടരുമെന്ന ചിത്രം നേടിക്കൊണ്ടിരിക്കുന്നത്. 26 ദിവസവും കഴിഞ്ഞിട്ടാണ് ഈ ഒരു കോടി മോഹൻലാൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇനിയും അപ്പോൾ ചിത്രത്തിന്റെ റൺ നടക്കും. ജൂണിലായിരിക്കും OTT സ്ട്രീമിങ്ങിന് സാധ്യത എന്നാണ് പറയപ്പെടുന്നത്. എന്നിരുന്നാലും പുതിയ ഡീലുകളാണ് അണിയറ പ്രവർത്തകർ വെക്കാൻ പോകുന്നത്. അത് ഡീലായിട്ടുണ്ട് എന്ന വിവരങ്ങളും വരികയാണ്. തുടരുമെന്ന ചിത്രത്തിന്റെ ടീം ഒരു റീനെഗോസിയേഷൻ OTT പ്ലാറ്റ്ഫോമുമായി നടത്താൻ ഒരുങ്ങുന്നു എന്ന റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ വന്നിരുന്നു. കാരണം ഒരു ബെറ്റർ പ്രൈസിന് വേണ്ടിയാണ് എന്ന രീതിയിലായിരുന്നു വാർത്തകൾ വന്നത്. കാരണം ചിത്രത്തിന് ഇത്രയും വലിയൊരു റെസ്പോൺസ് കിട്ടിയത് കൊണ്ട് തന്നെ അത് റിലീസ് കഴിഞ്ഞപ്പോൾ തന്നെ അങ്ങനെ ഒരു ചർച്ച നടന്നുവെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇപ്പോൾ ആ ഡീലിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന് തന്നെ ട്രാക്കർമാരും വിശദമാക്കുന്നുണ്ട്. എന്തായാലും തുടരുമെന്ന ചിത്രത്തിന് ലഭിച്ചിരിക്കുന്നത് OTT സാറ്റലൈറ്റ് ഡീൽ എന്ന് പറഞ്ഞത് ഒരു ഗംഭീര സംഭവമാണ്. സെക്കൻഡ് ബിഗ്ഗസ്റ്റ് ഡീലാണ് OTT സാറ്റലൈറ്റ് മലയാള സിനിമയ്ക്ക് ഈ അടുത്തിടയ്ക്ക് തുടരുമെന്ന ചിത്രത്തിലൂടെ നടന്നിരിക്കുന്നത്. ഏതാണ്ട് 20 കോടിയുടെ ഡീലാണ് നടന്നിരിക്കുന്നത് OTTയും സാറ്റലൈറ്റും ചേർന്ന്. എന്നാൽ അതിനും വലിയൊരു ഡീലിന് വേണ്ടിയുള്ള നെഗോഷിയേഷൻ ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ നടത്തിയെന്നും അത് ഡീലായിട്ടുണ്ടെന്നുമുള്ള റിപ്പോർട്ടുകൾ വരുന്നു. അപ്പോഴാണ് ചിത്രത്തിന്റെ തിയേറ്ററിക്കൽ റണ്ണ് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പുതിയ ഒരു ഡേറ്റും പുതിയൊരു ഡീലുമൊക്കെയാണ് തുടരുമെന്ന ചിത്രത്തിന് നടന്നിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. കാരണം ഇത്രയും വലിയൊരു വിജയമായ ചിത്രം OTTയിൽ വരുമ്പോൾ തീർച്ചയായും ആൾക്കാർ കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. കൂടാതെ ഈ ചിത്രത്തിന് വലിയൊരു റിപ്പീറ്റ് വാച്ച് ഡിമാൻഡ് ചെയ്യുന്ന ചിത്രവും കൂടിയാണ്. ഇതിനോടകം തന്നെ തിയേറ്ററിൽ തന്നെ 4-5 തവണ കണ്ട പ്രേക്ഷകർ പോലും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പിന്നെ OTTയിൽ ഇറങ്ങുമ്പോഴുള്ള അവസ്ഥ പറയണ്ടല്ലോ, പിന്നെ സാറ്റലൈറ്റിൽ ഇറങ്ങുമ്പോഴുള്ള അവസ്ഥ പറയുകയും ചെയ്യേണ്ട. ഇനി OTTയും TVയും ഒക്കെ ഭരിക്കാൻ പോകുന്നത് തുടരുമെന്ന ചിത്രം തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ ഗംഭീരമായൊരു ഡീല് ഈ ചിത്രത്തിൻ്റെതായി വീണ്ടും നടന്നിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഈ അവസരത്തിൽ ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആണ് ഇതുമായി ബന്ധപ്പെട്ട് വരുന്നതും. 2 ചിത്രങ്ങൾക്കാണ് ഇതുപോലൊരു റെസ്പോൺസ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. തുടരും, പിന്നൊന്ന് തമിഴിൽ നിന്നും വന്ന ടൂറിസ്റ്റ് ഫാമിലി.